എന്താടാ സ്വർണം ഇങ്ങനെ ഉറ്റു നോക്കുന്നേ? ഒറിജിനൽ ഗോൾഡാ, 24 ക്യാരറ്റ്. പോടാ പോയിടുന്നു. അവന്റെ ഒരു നോട്ടം കണ്ടോ? എടാ സുബ്രഹ്മണ്യ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. മുറപ്പെണ്ണിന്റെ കല്യാണത്തിന് വന്നിരിക്കാ? നിങ്ങളുടെ ചടങ്ങിന് ഭക്ഷണം കഴിക്കാൻ വന്നതാ. എന്താടാ അപശകുനം പറയുന്നേ? പിന്നെ പറയാതെ എപ്പോ വന്നാലും എപ്പോ വന്നു എത്ര കൊണ്ടുവന്നു, എപ്പോ വന്നു എത്ര കൊണ്ടുവന്നു, അങ്ങനെ നീ എടുത്തോണ്ട് വരുന്ന. പോകാനല്ലേ പറഞ്ഞത്? പോ. ഇതാര് സുബ്രഹ്മണ്യോ? സുഖം തന്നെയല്ലേ? നീ നിന്റെ ഭർത്താവിനെ നോക്കുന്നത് പോലെ എന്നെയും നോക്കിയാ ഞാൻ നിന്നെ നന്നായി നോക്കിക്കോളാം. എന്തുന്നടാ കുശുമ്പും കുനിഷ്ടും? അതൊക്കെ ഇരിക്കട്ടെ, എന്നെ ഇപ്പോഴും നിനക്ക് ഇഷ്ടമല്ലേ? ഇതുവരെ മാറില്ലേ? ഞാൻ ഒരിക്കലും മാറില്ല. ഞാൻ ദുബായിലേക്ക് പോയതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ നിന്നെ കോഴിയെ പിടിക്കുന്ന പോലെ. അമ്മാവാ 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 അമ്മാവോ അമ്മാവാ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാ അമ്മാവ ഉറക്കം വരുന്നേ? നീയായിരുന്ന? നീ എപ്പോ വന്നേ? അതൊക്കെ ഇരിക്കട്ടെ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എന്റെ മുറപ്പെണ്ണിനെ നിങ്ങൾ വിവാഹം നിശ്ചയിക്കോ? അത് ചെറുപ്പത്തിലെടുത്ത തീരുമാനമല്ലടാ. അതെങ്ങനെ നിശ്ചയിക്കും? അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മളെ പിച്ചക്കാരെ പോലെ അവര് നോക്കൂ. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എന്റെ മുറപ്പെണ്ണിനെ അയക്കോ? എല്ലാ കാര്യത്തിലും നമ്മൾ അവര് തറയിലിട്ട് ചവിട്ടാമാവാ. ഞാൻ ഇതിന് സമ്മതിക്കില്ല. നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഈ കല്യാണം നടക്കും. എങ്ങനെ നടക്കും? എന്താ നടക്കാത്ത? എങ്ങനെ നടക്കും? എന്താ നടക്കാത്ത? സമ്മതിക്കില്ല. ഞാൻ നടത്തും. നടക്കുന്നു പറഞ്ഞാൽ നടത്തും. ഞാൻ പറഞ്ഞ ഈ കല്യാണം നടക്കുന്ന ഞാൻ നടത്തും. എടാ കാട്ടറബി, നീ എന്താ വിചാരിച്ച എനിക്ക് ബുദ്ധിയില്ലാന്നാ? ഞാൻ കൊച്ചി പോയി നേരിട്ട് കണ്ടതല്ലേ. ആഴ്ചയിൽ 5 ദിവസമേ ജോലിയുള്ളൂ. മാസം 2 ലക്ഷം രൂപയാ ശമ്പളം. കല്യാണം കഴിഞ്ഞ മോളും മരുമോനും അമേരിക്കയിലേക്കാ പോവാൻ പോണേ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം വേറെ എവിടെ നിന്ന് കിട്ടാനാ? കല്യാണത്തിന് വന്ന ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുത്തിട്ട് മിണ്ടാതെ പൊക്കോണം. എന്ന് വെച്ചാ എന്റെ അനിയത്തി മരിച്ചത് കൊണ്ട് നീ വേണമെങ്കിൽ വാ, അല്ലെങ്കിൽ പൊയ്ക്കോന്ന് പറയാ? അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ പൊക്കോ. വേണമെങ്കിൽ നിന്നോ അല്ലെങ്കിൽ പൊയ്ക്കോന്നോ? ഈ കല്യാണം എങ്ങനെ നടക്കുന്നു നോക്ക. എന്ത് തല്ലട നിന്നെ തല്ലിക്കണേ? അവർക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് വേണം നിന്നെ ഇങ്ങനെ തല്ലാൻ? അവനെന്റെ മരുമോനെന്നും പറഞ്ഞ് എന്റെ നാട്ടുകാരനെ ഇങ്ങനെ തല്ലുന്നത് തെറ്റല്ലേ? നോക്കി, നീ ഒരു കാരണം കൊണ്ട് വിട്ടുകൊടുക്കരുത്. ധർമ്മന്റെ അനിയനാണെങ്കിലും ധർമ്മം ധർമ്മം തന്നെയാ. എനിക്ക് വീടാണോ മുഖ്യം, നാടാണോ മുഖ്യം എന്ന് വെച്ചാൽ നാട് തന്നെയാ മുഖ്യം. നീ എന്റെ മോളുടെ കല്യാണത്തിന് ഫ്രീ ആയിട്ട് DJ എന്ന് പറഞ്ഞ ആളല്ലേ? നിനക്കൊക്കെ എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ട് വേണം. എന്റെ മരുമോൻ വന്ന് നിന്റെ അടുത്ത് കെഞ്ചി പറഞ്ഞാലും ഈ കല്യാണത്തിന് നീ സമ്മതിക്കരുത്. ഈ കല്യാണം മുടങ്ങി പോയാലും കുഴപ്പമില്ല. ഇനിയൊരു പക്ഷേ പെണ്ണും ചെക്കനും തമ്മിൽ പിരിയേണ്ടി വന്നാലും ശരി, എന്റെ മോൾക്ക് അവനില്ലാണ്ട് വേറെ ആരും കല്യാണം കഴിക്കാന്ന് നീ ചെറിയൊരു തിരിക്ക് തീ കൊടുത്തിട്ട് വന്നാ മതി. നമ്മളെന്തിനാടാ കത്തിച്ചിടണ്ടേ? പരിക്കേറ്റത് എനിക്കല്ലേടാ? അതേട്ടാ, അടി കിട്ടുകയാണല്ലേ ഇതിനല്ലേ ഉത്തരം പറയേണ്ടത്. എന്നെ തീർക്കാൻ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ അത്ര വലിയ ആൾക്കാരാടാ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ DJ അണ്ണന്റെ പുറത്ത് കൈവച്ചാ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതിയോ? നീ എന്താ ഹീറോ ആ? ഓരോത്തിനെയും വെറുതെ വിടില്ല. ഞങ്ങളെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടോ? നീ അടിക്കാൻ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കോ? ഞങ്ങളും നിന്നെ തല്ലുവാടാ. എന്ത് താൻ ഞങ്ങളെ തല്ലുന്നോ? അവിടെ നാട്ടിൽ ആണുങ്ങളായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അടി കിട്ടിയവനെ കണ്ടില്ലല്ലോ. ഇന്ന് ഇവിടെ വരണ്ടല്ലേ? അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ് ചെയ്തോണ്ടിരിക്കാ. ഇപ്പൊ വരും കുറച്ചു നേരത്തില്. എണീറ്റ് പോടാ ചേട്ടാ. ഇരിക്കേട്ടാ, DJക്കാര് റൗഡികളായിരിക്കാം, കാണിച്ചത് മോശമായിരുന്നിരിക്കാം. പക്ഷെ കല്യാണച്ചക്കൻ അവരെ തല്ലിയത് തെറ്റ്. അവന് മോൻ കണ്ടില്ലേ? മോർച്ചറിന്ന് എഴുന്നേറ്റ് വന്ന പോലെ ഉണ്ട്. അതെ, അദ്ദേഹം ഒരു വലിയ റൗഡിയാ. സ്വയം വന്നൊരു DJ പാർട്ടി നടത്തിപ്പോ നിങ്ങൾ തല്ലു അല്ലേ? അതെ, നിങ്ങളെ തല്ലിയത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ കല്യാണം തടസ്സപ്പെടുത്തിയത് തെറ്റ്. എല്ലാം സംസാരിച്ച് തീർത്തിട്ട് എത്രയും വേഗം കല്യാണം നടത്തണം. ആ പയ്യനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. അതോടെ എല്ലാം അവസാനിപ്പിച്ചേക്കണം. എന്താടാ നിനക്കിപ്പോ എന്താ വേണ്ടത്? ക്ഷമ ചോദിക്കണം, അത്രയല്ലേ ഉള്ളൂ. പറയിപ്പിച്ചാ പോരെ? അത് അല്ലെങ്കിൽ ഈ നാട്ടിൽ മാത്രമല്ല, എവിടെയും കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. അതെ ചേട്ടാ, ചേട്ടനെല്ലാം കേട്ടല്ലോ. നിങ്ങളുടെ മരുമോനോട് ഒന്ന് മാപ്പ് പറയാൻ പറ. ഞാൻ എന്റെ മോനോട് മാപ്പ് ചോദിക്കാൻ പറയാം.
നേരിട്ട് എന്റെ വീട്ടിൽ ഒന്ന് ക്ഷമ പറയണം. ആ അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ ഇവിടെ എല്ലാം തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി കല്യാണത്തിന്റെ കാര്യങ്ങളെ കൂടെ നടക്കട്ടെ. അവിടെ ഇലയിടുമ്പോ എന്നെ കൂടെ ഒന്ന് വിളിച്ചേക്കണേ. വാ ചേട്ടാ വന്നേ, പോവാം. അവൻ വന്ന് ക്ഷമ ചോദിക്കാന്ന് പറഞ്ഞില്ലേ, വാ പോവാം. ആ അയ്യോ. എടാ, ചേട്ടാ ആ ചൈതന്യം ഒന്ന് നമ്മുടെ അടുത്ത് സോറി പറഞ്ഞ ഉടനെ DJ തുടങ്ങിയിരിക്കണം കേട്ടോ. ശരി ചേട്ടാ. അവന് എന്റെ സ്റ്റെപ്പ് ഞാനൊന്ന് ഇട്ട് കാണിക്കണം. ചേട്ടാ എല്ലാം റെഡിയായപ്പോ കണക്ട് ചെയ്ത് പൊക്കിയാ മതി. അടിക്കുന്ന അടിയിലെല്ലാം കീറി പറയണം. വീണ്ടും എന്തിനാണ് തല്ലിയതിനെ കുറിച്ച് പറയുന്നേ? അവൻ തല്ലിയത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. ചേട്ടാ പക്ഷെ ഞാൻ സൗണ്ടിനെ കുറിച്ചല്ലേ പറഞ്ഞത്. വെൽക്കം. നീ എപ്പോ വരുന്നാണ് ഞാനിങ്ങനെ നോക്കിയിരുന്നത്. താങ്ക്സ് ഡീജെ. ആരാടാ ഇവൻ സോറി പറയാൻ വന്നിട്ട് താങ്ക്സ് പറഞ്ഞോണ്ടിരിക്കുന്നേ? നിങ്ങൾ നോ താങ്ക്സ് പറഞ്ഞേക്ക്. നോ താങ്ക്സ്. സോറി പറഞ്ഞില്ലെങ്കിൽ കല്യാണ പെണ്ണിനെ മാത്രമല്ല താലി പോലും തൊടാൻ സമ്മതിക്കില്ല ഞാൻ. അങ്ങനെയാണ് ഞാൻ സോറി പറയുന്നത് വരെ നിന്നെ കൊണ്ട് ഈ കല്യാണം തടുക്കാൻ പറ്റുവാടാ? തീർച്ചയായും പറ്റും. എന്റെ DJ സത്യമായിട്ട് ഡും ഡും ശബ്ദം പോലും വരില്ല പുറത്ത്. അങ്ങനെയാണ് ഈ കല്യാണം നടത്താതെ നിർത്ത. നിന്റെ ബലം എന്താണെന്ന് കാണിക്ക. നിന്റെ DJ കപ്പാസിറ്റി എന്താണെന്ന് അറിയാം. ഇവൻ എന്താടാ പറഞ്ഞിട്ട് പോകുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് കല്യാണം നിർത്താൻ പറഞ്ഞിട്ട് പോവാ. നമ്മള് ഡയറക്റ്റ് ആയിട്ട് നിർത്തിയല്ലോ. അതും ശരിയാണല്ലോ. അവ എന്തായാലും നമുക്ക് നോക്കാം. അമ്മ, ചൈതന്യ, ഒരു നിമിഷം ഇങ്ങോട്ട്. ആ ഡിജെന്റെ അടുത്ത് സോറി പറഞ്ഞോ? ഞാൻ അവനോട് സോറി ഒന്നും പറയത്തില്ല. അയ്യോ അതെങ്ങനെ ശരിയാവും? അവര് നമ്മളെ അടിച്ച് ഞാനും തിരിച്ചടിച്ച് പകരം വീട്ടിയതാ. എന്നെ കൂടെ സോറി ഒന്നും പറയാൻ കഴിയില്ല. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? ആ DJയോട് നീ ഒരു സോറി പറ. പിന്നെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നോക്കടാ. എന്നെ കൊണ്ട് കഴിയില്ല ഡാഡി. നിങ്ങളോട് സോറി. എന്നെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും നടക്കട്ടെ. ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കൊന്നും ചെയ്യരുത്. അത്രേ ഉള്ളൂ. എന്താ ഈ പറയുന്നത്? എന്താ ചേട്ടാ ഒന്നും മിണ്ടാത്തെ? ചേട്ടനെങ്കിലും ആ DJയോടൊന്ന് സംസാരിക്ക്. എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം ചേട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർക്ക് ഇപ്പൊ ഒറ്റക്കെട്ടായിരിക്ക. ഈ കല്യാണം നടത്തില്ലെന്ന് അവര് പറയണേ. നമ്മുടെ മോന്റെ പേരില് അറ്റംപ്റ്റ് മർഡർ കേസ് കൊടുക്കാൻ അവര് പോണേ. എന്ത് സംഭവിച്ചാലും നീ ഒന്നുകൊണ്ടും പേടിക്കരുത്. ആ DJക്കാരന്റെ ദേഷ്യം തണുത്തതിന് ശേഷം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. അങ്ങനെയല്ല ചേട്ടാ, ഈ കല്യാണം മുടങ്ങിപ്പോയ ചേട്ടന് എന്തുമാത്രം വിഷമാവെന്ന് എനിക്കറിയാം. മാനസിയെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ആ ഫോണിങ്ങനെ അമ്മവാ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പ്രശ്നം വലുതാവാനാ സാധ്യത. നാട്ടുകാരൊക്കെ ഒന്നായിരിക്ക. ചൈതന്യനെ തിരിച്ചല്ലാണ്ട് വിടില്ലെന്നാ പറയണേ. നിങ്ങ അവിടുന്ന് എത്രയും പെട്ടെന്ന് പോണതാ നല്ലത്. അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ കല്യാണം നടത്താലോ? ഞാൻ പറയുന്നത് കേക്കളിയാ. ഇങ്ങേരുതെന്ത് ഭാവിച്ച മറ്റൊരു മുഹൂർത്തത്തിലേക്ക് മാറ്റാനോ? എല്ലാരോടും നമ്മൾ എന്ത് പറയും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.